പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ അത്ര വളരെ പണ്ടൊന്നുമല്ല. 1982 അതുവരെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരനായിരുന്ന ലോനപ്പൻ നമ്പാടൻ മാണി ഗ്രൂപ്പിനോടും യു ഡി എഫിനോടും വിട പറഞ്ഞ് എൽ ഡി എഫിൻ്റെ പടകൂടിയിരുത്തിൽ ചേർന്നു. അങ്ങനെ ലോനപ്പൻ നമ്പാടൻ പിന്തുണ പിൻവലിച്ചപ്പോൾ അന്ന് കൂറുമാറ്റ നിരോധന നിയമമൊന്നും വന്നിട്ടില്ല. ഈ കരുണാകരൻ നയിച്ചിരുന്ന കാസ്റ്റിംഗ് മന്ത്രിസഭ നിലംപതിച്ചു. കരുണാകരൻ്റെ മന്ത്രിസഭ തകർന്നതിൽ ഏറ്റവും അധികം സന്തോഷിച്ച ആൾ എ സി ജോസാണ്. കാരണം കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് പാവം ജോസ് ആകെ വലഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്പാടൻ മാഷ് കൂറുമാറിയത്. നമ്പാടൻ പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് കരുണാകരനുള്ള പിന്തുണ പിൻവലിക്കാൻ പറഞ്ഞു. അതേ തുടർന്ന് അദ്ദേഹം കൊടകരയിൽ നിന്ന് ഫാസ്റ്റ് പാസഞ്ചറിൽ കയറി തിരുവനന്തപുരത്ത് വന്ന് നേരെ എ കെ എസ് സെൻറ്ററിൽ പോയി എം വി രാഘവനെയും പി വി കുഞ്ഞിക്കണ്ണനെയും കണ്ട് ഞാൻ മറുകണ്ടം ചാടുകയാണ് എന്നറിയിച്ചു. അവരെ കൂട്ടി രാജ്ഭവനിൽ പോയി ഗവർണറെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂറുമാറിയ വിവരം അറിയിച്ചു. അങ്ങനെ കരുണാകരൻ്റെ മന്ത്രിസഭ ന്യൂനപക്ഷമായിട്ട് മാറി. സർക്കാർ രാജിവെച്ചു. കേരളത്തിൽ വീണ്ടും പൊതു തെരഞ്ഞെടുപ്പുണ്ടായി, ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ടായി. അങ്ങനെയാണ് 82 വീണ്ടും തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കരുണാകരന് പ്രത്യേകിച്ച് ദോഷവും സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി. കൂറുമാറിയതിന് പ്രത്യുപകാരമായിട്ട് ലോനപ്പൻ നമ്പാടന് കുറച്ചുകൂടി ഉറപ്പുള്ള, കുടകരയേക്കാൾ ഉറപ്പുള്ള ഇരിങ്ങാലക്കുട സീറ്റ് കൊടുത്തു. പിന്നീട് അദ്ദേഹം പലതവണ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. ഒരു തവണ മന്ത്രിയായി. ഞാനിവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ മാഷ് ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേര് സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്നായിരുന്നു. കേരള കോൺഗ്രസ്സിൽ പല അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. മതേതര കേരള കോൺഗ്രസ് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന പേരിലുണ്ടായ ഒരേ ഒരു പാർട്ടി നമ്പാടൻ്റെ പാർട്ടിയായിരുന്നു. നമ്പാടൻ്റെ കൂടെ 8 10 15 ഈ തുക്കട നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്പാടൻ മാഷും ഈ തുക്കടകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. അവരെന്താ ചോദിച്ചാൽ നമ്പാടൻ മാഷിനെ സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പത്രക്കുറിപ്പ് കൊടുത്തു. പത്രങ്ങളിൽ അത് വാർത്ത വന്നു. സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസിൽ നിന്ന് നമ്പാടനെ പുറത്താക്കി. എന്തൊരു വലിയ തമാശയാണെന്ന് ആലോചിച്ചു. നമ്പാടൻ മാഷും ഭാര്യയും മക്കളും പിന്നെ ഈ നേരത്തെ പറഞ്ഞ തുക്കടകളും മാത്രമേ ഈ പാർട്ടിയിലുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ നിന്ന് മാഷിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്? മിക്കവാറും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഏതായാലും മാഷ് അത് അംഗീകരിക്കും. ആ പുറത്താക്കൽ ശിരസ വഹിച്ചു. പിന്നീട് പുള്ളി ആ വഴിക്ക് പോയിട്ടില്ല. അന്ന് മുതൽക്ക് മരിക്കുന്നവരെ പുള്ളി മാർക്സിസ്റ്റ് സ്വതന്ത്രൻ അഥവാ എൽ ഡി എഫ് സ്വതന്ത്രൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ 2004 അദ്ദേഹം മൂന്നപുരം മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ ആ സ്വതന്ത്ര പരിവേഷവും കളഞ്ഞു. CPM സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. മാഷിന് ഇഷ്ടമുണ്ടായിട്ടല്ല, ആഗ്രഹം ഉണ്ടായിട്ടുമല്ല. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞു മത്സരിക്കണമെങ്കിൽ ചിഹ്നത്തിൽ വേണം. എന്നാൽ പിന്നെ ചിഹ്നത്തിൽ മത്സരിക്കാം എന്ന് വിചാരിച്ചു. ചിഹ്നത്തിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ഇതാണ് നമ്പാടൻ്റെ സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ്. സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസിൽ നിന്ന് നമ്പാടനെ പുറത്താക്കി വരും. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നെടുക്കരുത്. അത് ഓർത്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തൃണമൂൽ കോൺഗ്രസിലെ വിമതന്മാരെ കൽക്കട്ടയിൽ യോഗം ചേർന്ന് മമതാ ബാനർജിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മമതാ ബാനർജിയെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് ഇതിനേക്കാൾ വലിയ തമാശ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മമതാ ബാനർജി ഉണ്ടാക്കിയതാണ് തൃണമൂൽ കോൺഗ്രസ്. മമതാ ബാനർജി ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തുണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ഇല്ല. കൽക്കട്ടയിലെ AICC മീറ്റിംഗ് നടക്കുമ്പോൾ അന്ന് ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന സോമൻ മിത്ര എന്ന് പറഞ്ഞൊരു വിദ്വാനായിരുന്നു. അദ്ദേഹം AICCയിലേക്ക് സർവാണി സദ്യക്ക് പോലും ഒരു ക്ഷണക്കത്ത് മമതാ ബാനർജി കൊടുത്തില്ല. അത്ര വലിയ ഗ്രൂപ്പ് യുദ്ധമായിരുന്നു. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് കുമാരി മമതാ ബാനർജി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിക്ക് സാധാരണക്കാരായ പ്രവർത്തകരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് പാർട്ടി ഉണ്ടാക്കുന്നു. അതാണ് തൃണമൂൽ എന്ന് പറയുന്നത്. തൃണമൂല തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു സംഘടന അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ്. ആ പാർട്ടി അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ BJPക്ക് ആദ്യമായിട്ട് കൽക്കട്ടയിൽ നിന്ന് ഡം മണ്ഡലത്തിൽ നിന്ന് ഒരു മെമ്പറുണ്ടായി. തൃണമൂൽ കോൺഗ്രസും 6-7 സീറ്റിൽ ജയിച്ചു. അങ്ങനെയാണ് മമതയുടെ പുറപ്പാട്. പിന്നെ മമതാ ബാനർജി അവിടെ ഒരു വോട്ടർമാരുടെ ഭാവന പിടിച്ചു പറ്റുകയും സാക്ഷാൽ കോൺഗ്രസിനെ ഡിസ്പ്ലേസ് ചെയ്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറി. അടുത്ത ഘട്ടത്തിൽ CPMനെ തന്നെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ 15 കൊല്ലം മമതാ ബാനർജി പശ്ചിമ ബംഗാൾ അടക്കി ഭരിച്ചു. ആ മമതാ ബാനർജിയാണ് ഇപ്പോൾ ആര് പുറത്താക്കിയത്? ഋതബ്രത ബാനർജി പുറത്താക്കി. അതിന് പകരം അരൂപ് ഘോഷ് എന്ന മറ്റു പേരുള്ള ഒരു വിദ്വാനെ
അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടും അവരോധിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്പാടൻ മാഷിൻ്റെ അവസ്ഥയിലെത്തി. പാവം മമതാ ബാനർജി ഒന്ന് ആലോചിച്ചു. മമതാ ബാനർജി ഉണ്ടാക്കിയ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കി. ആ അവസ്ഥയിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എത്തി നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ വേറെ വിമതന്മാർ, സംസ്ഥാനത്ത് വേറെ വിമതന്മാർ. വിമതന്മാരുടെ ചന്തയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ വരെ മമതാ ബാനർജിയെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്ന പല നേതാക്കന്മാരും, ഇപ്പോൾ മഹുവ മൊയ്ത്ര അടക്കം, ഈ മമതാ ബാനർജി കുഴപ്പമില്ല അല്ലെങ്കിലും അവരുടെ പാർട്ടിയിൽ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും വെറും യൂസ്ലെസ്സുകളാണ് എന്ന് പറയാൻ തുടങ്ങി. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സകല യൂസ്ലെസ്സുകളെയും പിടിച്ച് പാർട്ടിയിൽ ഓരോ പദവികളിൽ വെച്ചു. ഋതബ്രത ബാനർജി അടക്കം അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു യൂസ്ലെസ് ആയിരുന്നു. അവനെ കൊണ്ടുവന്നിട്ട് ഇതിൽ പ്രധാന നേതാവാക്കി. ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കി. രാജ്യസഭാംഗമാക്കി. രാജ്യസഭാംഗമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജോസ് കെ മാണിയെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വിമതനായിട്ട് മാറി. എന്ന് മാത്രമല്ല, മമതാ ബാനർജിയെ ധിക്കരിച്ചുകൊണ്ട് ബംഗാളിൽ പ്രതിപക്ഷ നേതാവായിട്ട് മാറി. അപ്പോൾ വേറെ യൂസ്ലെസ്സുകളുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. യൂസഫ് പത്താൻ, അയാൾ ഗുജറാത്തുകാരനാണ്. പശ്ചിമ ബംഗാളായിട്ട് ഒരു ബന്ധമില്ല. അയാളുടെ വീടും പശ്ചിമ ബംഗാളിലല്ല, ഭാര്യ വീടും പശ്ചിമ ബംഗാളിലല്ല. അയാളെ ബറോഡയിൽ നിന്ന് ക്ഷണിച്ച് ബർഹാംപൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. ഈ ബറോഡയും ബർഹാംപൂരും രണ്ടും ബിയിൽ ആരംഭിക്കുന്നു എന്നൊരു ഒരേ ഒരു സാമ്യമേ ഉള്ളൂ. അയാൾ മത്സരിച്ചു, ജയിച്ച് പാർലമെൻറ്റ് മെമ്പറായി. മമതാ ബാനർജി ഇല്ലെങ്കിൽ ഇയാൾ പാർലമെൻറ്റിൽ ഇറങ്ങി പാസ് എടുക്കേണ്ടി വരും. ഇപ്പോൾ അയാൾ വിമതനായി. അങ്ങനെ വിമതന്മാരുടെ ഒരു എന്താണ് വലിയ പെരുന്നാളാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ മമതാ ബാനർജിയെ പുറത്താക്കിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഏതായാലും മമതാ ബാനർജിയുടെ കർമ്മകാണ്ഡം ഏതാണ്ട് കഴിയാറായി. നമ്മൾ പണ്ട് കണ്ടുള്ള മമതാ ബാനർജിയല്ല, ഇപ്പോൾ ടി വിയിലൊക്കെ അവരെ കാണുമ്പോൾ വല്ലാതെ പ്രായം ബാധിച്ചായിട്ട് അനാരോഗ്യവതിയായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഈ നമ്പാടൻ മാഷിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ മമതാ ബാനർജി എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് സഹതാപം മാത്രമേ അവരോട് തോന്നേണ്ടതുള്ളൂ. ഇത്രയും കാലം സി പി എംകാരായിട്ട് ഫൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ബി ജെ പിക്കാരായിട്ട് ഫൈറ്റ് ചെയ്തു. അവസാനം വന്നപ്പോൾ ഇങ്ങനെ ഉറ്റവരും ഉടയവരും അഭിഷേക് ബാനർജി ഒഴിച്ച് ബാക്കി എല്ലാവരും അവരെ തള്ളിപ്പറയുന്ന അവസ്ഥയിലെത്തി നിൽക്കുക. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സഹതാപാർഹയായ ഒരു കഥാപാത്രമായിട്ട് പാവം ദീദി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. എൻഫോഴ്സ്മെൻറ്റുകാർ എപ്പോഴാണ് വരിക, സി ബി ഐക്കാർ എപ്പോഴാണ് വരിക, എപ്പോഴാണ് അനന്തരവനെ പോലീസ് തൂക്കുക എന്ന് പറയാറായിട്ടില്ല. ഏതായാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. ജയ് ഹിന്ദ്.